കാഫിർ വ്യാജ പോസ്റ്റ് കേസിൽ പോലീസ് വ്യാജരേഖ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഹൈക്കോടതി വിശദീകരണം തേടിയതോടെയാണ് പുതിയ കുറ്റം ചുമത്താൻ പോലീസ് തയ്യാറായിട്ടുള്ളത്. പരാതിക്കാരനായ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് അയാളെ കേസിൽ വാദിയാക്കിയില്ലെന്നും കോടതി ചോദിക്കുന്നു. ബിന്നിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിന്നിൽ, കോടതിയുടെ ഇടപെടലും പുതുതായി ചുമത്തുന്ന കേസും. പ്രജീഷ്, വടകര വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2 പുതിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. IPC 468, 471 വകുപ്പുകളാണ് പുതുതായി കൂട്ടിച്ചേർത്തതായി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 കുറ്റങ്ങളും ചുമത്താനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നത് ഈ പരാതിയിൽ പറയുന്ന പല കുറ്റകൃത്യങ്ങളും ഇതിലെ FIRന്റെ ഭാഗമായി വന്നിട്ടില്ല എന്നത്. ഈ കേസിൽ ഇപ്പോൾ പരാതിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്ന യൂത്ത് ലീഗ് നേതാവ് കാസിം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. തുടർന്നാണ് ഇപ്പോൾ ഈ 2 കുറ്റങ്ങൾ കൂടി ചുമത്താൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. പക്ഷേ ആ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണ് എന്നത് ഇതുവരെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. അതിൽ ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ നേതാവിലേക്ക് എത്തിനിന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇത് ആരാണ് കൈമാറിയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ ഈ കേസിലെ പരാതിക്കാരനായ കാസിം ഇതിൽ പരാതി നൽകി തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന് പരാതിപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ആ പരാതിക്കാരൻ കേസിൽ പ്രതിയായി മാറി എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച കേസ് വീണ്ടും കോടതി പരിഗണിക്കും.